ഹായ് എല്ലാ കൂട്ടുകാർക്കും റാങ്ക് ഫയലിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണനെ കുറിച്ചാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഒപ്പം നിങ്ങളുടേതായിട്ടുള്ള നിർദ്ദേശങ്ങളും വിമർശനങ്ങളും കമൻറ്റായി അറിയിക്കുക. ഇതിൻ്റെ PDF നോട്ട് റാങ്ക് ഫയലിൻ്റെ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അതുകൂടെ പ്രയോജനപ്പെടുത്തുക. എന്നാൽ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ മുൻ മദ്രാസ് പ്രസിഡൻസിയിലെ ഒരു തെലുങ്ക് കുടുംബത്തിൽ, അതായത് ആധുനിക തമിഴ്നാട്ടിലെ തിരുത്താണിയിൽ 1888 സെപ്റ്റംബർ 5 സർവേപ്പള്ളി വീരസ്വാമിയുടെയും സീതമ്മയുടെയും മകനായി സർവേപ്പള്ളി രാധാകൃഷ്ണയ്യ എന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ ജനിച്ചു. ഡോക്ടർ രാധാകൃഷ്ണനെ കുറിച്ച് വളരെയധികം പോയിന്റ്സ് നമുക്ക് ഈ ഒറ്റ വരിയിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. അദ്ദേഹം തമിഴ്നാട്ടിലെ തിരുത്താണിയിലാണ് ജനിച്ചത്. ഒരു തെലുങ്ക് കുടുംബത്തിൽ, അതായത് ഒരു ബ്രാഹ്മണ കുടുംബത്തിലെ അംഗമായിരുന്നു അദ്ദേഹം. 1888 സെപ്റ്റംബർ 5 അദ്ദേഹം ജനിച്ചത്. 1888 സെപ്റ്റംബർ 5 അദ്ദേഹം ജനിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ആണ് 1888 സെപ്റ്റംബർ 5. സർവപ്പള്ളി രാധാകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ പൂർണ്ണനാമം ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ. ഇനി അദ്ദേഹത്തിന് കുട്ടിക്കാലത്തൊരു പേരുണ്ടായിരുന്നു, അതായത് സർവേപ്പള്ളി രാധാകൃഷ്ണയ്യ എന്ന് അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ സർവേപ്പള്ളി വീരസ്വാമിയും സീതമ്മയുമാണ്. സർവേപ്പള്ളി വീരസ്വാമി, സീതമ്മ ഇവരുടെ മകനായിട്ട് സർവേപ്പള്ളി രാധാകൃഷ്ണയ്യ എന്ന സർവേപ്പള്ളി രാധാകൃഷ്ണൻ ജനിച്ചു. അതിനെ ഷോർട്ടായിട്ട് പറയുന്നതാണ് ഡോക്ടർ രാധാകൃഷ്ണൻ എന്ന് പറയാറുണ്ട്, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്നൊക്കെ പറയാറുണ്ട്. 20-ാം നൂറ്റാണ്ടിലെ തത്വചിന്തയിലും താരതമ്യ മതത്തിലും ഏറ്റവും പ്രഗത്ഭനായ ഇന്ത്യൻ പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. വളരെ പണ്ഡിതനായിട്ടുള്ള, അതുപോലെ തന്നെ തത്വചിന്തയിലും അതുപോലെ തന്നെ താരതമ്യ മതത്തിലുമൊക്കെ വളരെ പ്രാഗൽഭ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. 1906 മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് തത്വശാസ്ത്രത്തിൽ MA ബിരുദം നേടിയ രാധാകൃഷ്ണൻ്റെ പ്രബന്ധത്തിൻ്റെ തലക്കെട്ട് വേദാന്തത്തിൻ്റെ ധാർമ്മികതയും അതിൻ്റെ മെറ്റാഫിസിക്കൽ മുൻധാരണകളും എന്നായിരുന്നു. 1906 അദ്ദേഹം MA ബിരുദ പഠനത്തിനായി മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ ചേരുകയും അവിടെ തത്വശാസ്ത്രത്തിൽ ഒരു പ്രബന്ധം ഡോക്യുമെൻ്റ് തയ്യാറാക്കിയുണ്ടായി. അതിൻ്റെതായിട്ട് ടൈറ്റിൽ എന്തായിരുന്നു? വേദാന്തത്തിൻ്റെ ധാർമ്മികതയും അതിൻ്റെ മെറ്റാഫിസിക്കൽ മുൻധാരണകളും എന്നതായിരുന്നു. ഈ പ്രബന്ധത്തിൽ വേദാന്തത്തിന് ധാർമ്മികത ഇല്ലെന്ന ആരോപണത്തിനെതിരെ അദ്ദേഹം വാദിച്ചു. അതായത് അന്നത്തെ കാലത്ത് വേദാന്തത്തിന് ധാർമ്മികത ഇല്ലെന്ന് ഒരു വാദം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ആരോപണത്തിനെതിരെ എന്ത് ചെയ്തു? അദ്ദേഹം വാദിച്ചു. വേദാന്തത്തിൻ്റെ സമർപ്പിത വിദ്യാർത്ഥിയായിരുന്ന അദ്ദേഹം വേദാന്തത്തെയും ഹിന്ദുമതത്തെയും സാർവത്രിക മതമായി സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ ഹിന്ദുമതത്തെയും വേദാന്തത്തെയും സാർവത്രിക മതമായി സ്ഥാപിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഹിന്ദു പാശ്ചാത്യ തത്വചിന്തകളിൽ ഒരുപോലെ പാണ്ഡിത്യമുള്ള പണ്ഡിതനായിരുന്നു അദ്ദേഹം. ഹിന്ദു പാശ്ചാത്യ തത്വചിന്തകൾ ഒരുപോലെ പണ്ഡിതനായിരുന്ന വ്യക്തിയായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. സ്വാമി വിവേകാനന്ദനും അദ്ദേഹത്തെ ആഴത്തിൽ സ്വാധീനിച്ചു. അപ്പം ഈ ഒരു ചിന്തയിലേക്ക് അദ്ദേഹം കടന്നു വരാൻ വേണ്ടിയുള്ള കാരണം സ്വാമി വിവേകാനന്ദൻ്റേതായിട്ടുള്ള കുറേ ചിന്തകളും കാര്യങ്ങളൊക്കെയാണ്. കിഴക്കും പടിഞ്ഞാറുമുള്ള പണ്ഡിതർ പോലും അദ്ദേഹത്തെ 2 നാഗരികതകൾക്ക് ഇടയിലുള്ള ഒരു പാലത്തിൽ ജീവിക്കുന്ന ഉദാഹരണമായിട്ട് വാഴ്ത്തുകയുണ്ടായി. അതായത് കിഴക്കും പടിഞ്ഞാറുമുള്ള പണ്ഡിതന്മാർ പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിന്താഗതി അതിനെക്കുറിച്ച് ഇപ്രകാരമാണ് പറഞ്ഞത്: 2 നാഗരികതകൾക്ക് ഇടയിലുള്ള ഒരു പാലത്തിൽ ജീവിക്കുന്ന വ്യക്തി. അപ്പം രണ്ടിനെയും അദ്ദേഹം കൈവിടുന്നില്ല. ആ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്.
MCCയിൽ തത്വശാസ്ത്ര വിഭാഗത്തിൽ അധ്യാപകനായാണ് രാധാകൃഷ്ണൻ തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. അപ്പോൾ MCCയിലായിരുന്നു അദ്ദേഹം തൻ്റെ അധ്യാപന ജീവിതം ആരംഭിച്ചത്. ഏത് വിഭാഗത്തിൽ? തത്വശാസ്ത്ര വിഭാഗത്തിൽ. അതിനുശേഷം അദ്ദേഹം മൈസൂരിലെ മഹാരാജാസ് കോളേജിൽ പഠിപ്പിച്ചു. അതിനുശേഷം അദ്ദേഹം മൈസൂരിലെ മഹാരാജാസ് കോളേജിലേക്ക് വരികയാണ് പഠിപ്പിക്കാനായിട്ട്. 1921 കൊൽക്കത്ത സർവകലാശാലയിലെ കിങ് ജോർജ് അഞ്ചാമൻ ചെയർ ഓഫ് മെൻ്റൽ ആൻഡ് മോറൽ സയൻസിലേക്കും അദ്ദേഹത്തെ നിയമിച്ചു. അപ്പം 1921 ആയപ്പോഴത്തേക്കും കൊൽക്കത്തയിലെ സർവകലാശാലയിലെ കിങ് ജോർജ് അഞ്ചാമൻ അദ്ദേഹത്തെ ചെയർ ഓഫ് മെൻ്റൽ ആൻഡ് മോറൽ സയൻസിലേക്ക് അദ്ദേഹത്തെ അധ്യാപനത്തിനായിട്ട് വിളിക്കുകയാണ്. ഈ സമയത്ത് തത്വചിന്തയിൽ ഒരു പ്രാവീണ്യമുള്ള വ്യക്തിയായി അദ്ദേഹം വിവിധ അന്താരാഷ്ട്ര വേദികളിൽ തൻ്റെ സർവകലാശാലകളെ പ്രതികരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ചെയർ കിട്ടുന്ന ആ ഒരു സമയം തന്നെയായിരുന്നു അദ്ദേഹം തൻ്റെ സർവകലാശാല പ്രതികരിച്ചുകൊണ്ട് തത്വചിന്തയിൽ അന്താരാഷ്ട്ര വേദികളിൽ പോലും അദ്ദേഹം സെമിനാറുകളും ഡോക്യുമെൻ്ററിയൊക്കെ അവതരിപ്പിക്കാനായിട്ടൊക്കെ പോകുമായിരുന്നു. അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പ്രഭാഷണം നടത്തുകയും ചെയ്തു. അപ്പം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പ്രഭാഷണം നടത്തുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾക്ക് 1931 ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തിന് സർ പദവി നൽകി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റാണ്. 1931 ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ കണക്കാക്കി എന്ത് ചെയ്തു? അദ്ദേഹത്തിന് സർ പദവി നൽകി. സർ പദവി ഉള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. പക്ഷെ നമ്മൾ സർ രാധാകൃഷ്ണൻ എന്നൊന്നും പറയാറില്ല, അല്ലെങ്കിൽ അങ്ങനെ എഴുതി കണ്ടിട്ടില്ല. എന്തുവാണ് ഇവിടെ സംഭവിച്ചത്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം അദ്ദേഹം സർ എന്ന പദവി ഉപയോഗിക്കുന്ന നിർത്തി ഡോക്ടർ എന്ന മുൻഭാഗം ഉപയോഗിച്ചു. അദ്ദേഹം സർ പദവി മടക്കി കൊടുക്കുകയല്ല ചെയ്തത്. സർ പദവി അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യം വരെ. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അദ്ദേഹം സർ പദവി അല്ലെങ്കിൽ ആ ഒരു സർ എന്ന പദം തൻ്റെ പേരിനൊപ്പം ഉപയോഗിക്കാതെ ഡോക്ടർ എന്ന മുൻഭാഗം ഉപയോഗിച്ചു. അതുകൊണ്ടാണ് നമ്മൾ സർ രാധാകൃഷ്ണൻ എന്ന് കാണാത്തതും ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ന് കാണുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1931 ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തിന് സർ പദവി നൽകി ആദരിച്ചു. സ്വാതന്ത്ര്യത്തിന് ശേഷം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അദ്ദേഹം സർ പദവി മടക്കി കൊടുത്തു എന്നല്ല, അദ്ദേഹം അത് ഉപയോഗിച്ച് നിർത്തുകയും ഡോക്ടർ എന്ന ആ ഒരു മുൻഭാഗം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. 1936 അദ്ദേഹം ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ സ്പാൽഡിംഗ് പ്രൊഫസറായി. ഓൾ സോഴ്സ് കോളേജിൻ്റെ ഫെലോ ആയും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. ആന്ധ്ര സർവകലാശാലയുടെയും ബനാറസ് ഹിന്ദു സർവകലാശാലയുടെയും വൈസ് ചാൻസലറായി അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു. 1936 അദ്ദേഹം ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ സ്പാൽഡിംഗ് പ്രൊഫസറായി തീർന്നു. കൂടാതെ ഓൾ സോഴ്സ് കോളേജിൻ്റെ ഫെലോ ആയിത്തീർന്നു. പിന്നെ ഇന്ത്യയിലെ ആന്ധ്ര സർവകലാശാലയുടെയും ബനാറസ് ഹിന്ദു സർവകലാശാലയുടെയും വൈസ് ചാൻസലറായി അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹം നിരവധി പുസ്തകങ്ങളുടെ രചയിതാവാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ കൃതി ആൻ ഐഡിയലിസ്റ്റ് വ്യൂ ഓഫ് ലൈഫ് ആണ്. അദ്ദേഹം വിവിധങ്ങളായിട്ടുള്ള പുസ്തകങ്ങൾ അല്ലെങ്കിൽ നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു കൃതിയുണ്ട്, ആൻ ഐഡിയലിസ്റ്റ് വ്യൂ ഓഫ് ലൈഫ്. രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് രാധാകൃഷ്ണൻ അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തനായ ഒരു അക്കാദമിഷ്യനും പണ്ഡിതനുമായിരുന്നു. നമ്മൾ ഈ പറഞ്ഞ സമയങ്ങളിലൊന്നും ഡോക്ടർ എസ് രാധാകൃഷ്ണൻ തൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചിട്ടില്ല. എങ്കിൽ പോലും അദ്ദേഹം അന്താരാഷ്ട്ര തലത്തിൽ പോലും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. അദ്ദേഹം ഒരു അക്കാദമിഷ്യനായിരുന്നു, പണ്ഡിതനും ആയിരുന്നു. 1931 ലീഗ് ഓഫ് നേഷൻസിൻ്റെ ബൗദ്ധിക സഹകരണ സമിതിയിലേക്ക് അദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്തു. 1931 ലീഗ് ഓഫ് നേഷൻസിൻ്റെ ബൗദ്ധിക സഹകരണ സമിതിയിലേക്ക് ഡോക്ടർ എസ് രാധാകൃഷ്ണനെ നോമിനേറ്റ് ചെയ്തു. സ്വാതന്ത്ര്യാനന്തരം അദ്ദേഹം യുനെസ്കോയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു. സ്വാതന്ത്ര്യാനന്തരം അദ്ദേഹം യുനെസ്കോയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു. ഭരണഘടനാ അസംബ്ലിയിലും അംഗമായിരുന്നു അദ്ദേഹം. കൂടാതെ ഭരണഘടനാ അസംബ്ലിയുടെയും ഒരു അംഗമാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ.
സോവിയറ്റ് യൂണിയൻ്റെ അംബാസഡറായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു. സോവിയറ്റ് യൂണിയൻ്റെ അംബാസഡറായിട്ട് ഇരുന്ന വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അങ്ങനെ 1952 അദ്ദേഹം രാജ്യത്തിൻ്റെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1952 അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പം നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. വർഷം മറന്നു പോരുന്നത് 1952. 1952 ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയായി. 1962 ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയായി സ്ഥാനമേറ്റ അദ്ദേഹം 1967 വരെ ആ സ്ഥാനത്ത് തുടർന്നു. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ 1952 ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായി, ആദ്യത്തെ ഉപരാഷ്ട്രപതിയായി മാറുകയും 10 വർഷങ്ങൾക്ക് ശേഷം കണക്ട് ചെയ്ത് പഠിക്കുക. 1952 അദ്ദേഹം ആദ്യത്തെ ഉപരാഷ്ട്രപതിയും 10 വർഷങ്ങൾക്ക് ശേഷം, അതായത് 1962 ആയപ്പോഴത്തേക്കും ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയായി അദ്ദേഹം സ്ഥാനമേറ്റു. അങ്ങനെ അദ്ദേഹം 1967 വരെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നു. 2 വർഷങ്ങൾ ഓർക്കുക. 1952 അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയായി. 1962 ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയായി മാറി. സുഹൃത്തുക്കൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ആ ദിവസം അധ്യാപക ദിനമായി ആഘോഷിക്കുന്നതാണ് നല്ലതെന്ന ആശയം മുന്നോട്ട് വച്ചു. അപ്രകാരം 1962 ഇന്ത്യൻ സർക്കാർ സെപ്റ്റംബർ 5 ഔദ്യോഗികമായി അധ്യാപക ദിനമായി പ്രഖ്യാപിച്ചു. അപ്പോൾ 1962 ആ വർഷം പിന്നെ ഓർക്കുക, അദ്ദേഹം ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയായ വർഷമാണ്. അതേ വർഷം തന്നെ എന്താണ്, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 ജന്മദിനം, നമ്മളത് ജന്മദിനം ആഘോഷിക്കാറുണ്ട്. അതുപോലെ എന്താണ്, രാഷ്ട്രപതിയുടെ ജന്മദിനമല്ലേ, നല്ല ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കാമെന്നൊക്കെ സുഹൃത്തുക്കൾ എങ്ങനെ ഒരു ആലോചന ഇട്ട സമയത്ത് അദ്ദേഹം പറയുകയുണ്ടായി, എൻ്റെ ജന്മദിനം ആയിട്ട് ആഘോഷിക്കേണ്ട, പകരം എന്താണ്, അത് അധ്യാപക ദിനമായി ആഘോഷിക്കുന്നതാണ് നല്ലതെന്നൊരാശയം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പറയുകയുണ്ടായി. അങ്ങനെ ആ ഒരു ആശയം അദ്ദേഹം മുന്നോട്ട് വച്ചപ്പോൾ അതെന്ത് ചെയ്തു, അംഗീകരിക്കപ്പെട്ടു. അങ്ങനെ അതേ വർഷം തന്നെ 1962 ഇന്ത്യൻ സർക്കാർ സെപ്റ്റംബർ 5 എന്ത് ചെയ്തു, ഔദ്യോഗികമായി അധ്യാപക ദിനമായിട്ട് എന്ത് ചെയ്തു, പ്രഖ്യാപിച്ചു. നമ്മുടെ ഇന്ത്യയിൽ അധ്യാപക ദിനം അല്ലെങ്കിൽ നമ്മൾ ദേശീയ അധ്യാപക ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്ന ഒരു ദിവസമാണ് സെപ്റ്റംബർ 5. വർഷം മറന്നു പോരുത്, 1962 അതേ വർഷം തന്നെയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയായിട്ട് അധികാരം ഏൽക്കുന്നത്. അതിനും ഒരു 10 വർഷം മുന്നേ 1952 അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയായി എന്ത് ചെയ്തു, സേവനം അനുഷ്ഠിച്ചു, അല്ലെങ്കിൽ ആ ഒരു പദവി ഏറ്റെടുക്കുകയുണ്ടായി. അതിനുശേഷം ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ അവരുടെ അധ്യാപകരോടുള്ള ബഹുമാനാർത്ഥം ഈ ദിവസം അധ്യാപക ദിനമായി ആഘോഷിക്കുന്നു. അപ്പോൾ 1962 സെപ്റ്റംബർ 5 ഔദ്യോഗിക പ്രഖ്യാപനം വരികയാണ് അല്ലേ, ദേശീയ അധ്യാപക ദിനമായിട്ട് സെപ്റ്റംബർ 5 തിരഞ്ഞെടുക്കുകയുണ്ടായി. അപ്പം അന്ന് മുതൽ എല്ലാ വർഷവും എന്ത് ചെയ്തു, കുട്ടികൾ, ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ, അത് കുഞ്ഞു ക്ലാസ്സിലായിക്കോട്ടെ മുതിർന്ന കോളേജ് ലെവൽ വരെ ആയിക്കോട്ടെ, എവിടെയാണെങ്കിലും വിദ്യാർത്ഥികൾ തങ്ങളുടെ അധ്യാപകരോടുള്ള ബഹുമാനാർത്ഥം അല്ലെങ്കിൽ ആദരസൂചകമായിട്ട് തന്നെ ആ ദിവസത്തെ അധ്യാപക ദിനമായിട്ട് ആഘോഷിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ സ്കൂൾ ടീച്ചേഴ്സ് ഡേ ആ ദിവസം ടീച്ചേഴ്സിൻ്റേതായിട്ടുള്ള ഡ്രസ്സും അതുപോലെയൊക്കെ ധരിച്ച് പിള്ളേർ വന്ന് ക്ലാസ് എടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഒരു അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഇപ്പം സ്കൂൾ ലെവലൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ അടുത്തതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള മത്സരങ്ങൾ, പിന്നെ അധ്യാപകർക്ക് ഇപ്പോഴത്തെ കാലത്തൊക്കെ അധ്യാപകർക്ക് ഗിഫ്റ്റ് കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെയാണ് ഇന്ന് ഉള്ളത്. അപ്പം ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ ഇന്നും നമ്മൾ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു, 1962 സ്റ്റാർട്ട് ചെയ്തത് എങ്കിലും വർഷങ്ങൾ ഇത്രയും പിന്നിട്ട് പോലും നമ്മൾ ഇന്നും അതൊക്കെ എന്ത് ചെയ്യുന്നു, ഓർക്കുന്നു. അധ്യാപകർ രാജ്യത്തെ ഏറ്റവും മികച്ച മനസ്സുകളായിരിക്കണം. ഇത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ വാക്കുകളാണ്. അപ്പോൾ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, അധ്യാപകർ രാജ്യത്തെ ഏറ്റവും മികച്ച മനസ്സുകളായിരിക്കണം. 1954 ഭാരതരത്നം ഉൾപ്പെടെ നിരവധി ദേശീയ അന്തർദേശീയ അവാർഡുകൾ അദ്ദേഹം നേടി.
1963 അദ്ദേഹത്തിന് ബ്രിട്ടീഷ് റോയൽ ഓർഡർ ഓഫ് മെറിറ്റിൻ്റെ ഓണററി അംഗത്വം ലഭിച്ചു. 2 വർഷങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. 1954 അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചു. 1963 ബ്രിട്ടീഷ് റോയൽ ഓർഡർ ഓഫ് മെറിറ്റിൻ്റെ ഓണററി അംഗത്വം. ബാക്കി നോക്കാം. 1967 പൊതുജീവിതത്തിൽ നിന്ന് വിരമിച്ച രാധാകൃഷ്ണൻ 1975 ഏപ്രിലിൽ തൻ്റെ 86-ാം വയസ്സിൽ അന്തരിച്ചു. 2 വർഷങ്ങൾ ഓർത്തിരിക്കാൻ കഴിയുമെങ്കിൽ ഓർത്തിരിക്കുക. 1967 അദ്ദേഹം പൊതുജീവിതത്തിൽ നിന്നും വിരമിച്ചു. 1975 ഏപ്രിൽ തൻ്റെ 86-ാമത്തെ വയസ്സിൽ അദ്ദേഹം അന്തരിക്കുകയുണ്ടായി. 1989 മുതൽ ഓക്സ്ഫോർഡ് സർവകലാശാല അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായി രാധാകൃഷ്ണൻ സ്കോളർഷിപ്പുകൾ ആരംഭിച്ചു. വർഷം ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ ഓർത്തിരിക്കുക. 1989 മുതൽ ഓക്സ്ഫോർഡ് സർവകലാശാല അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായി രാധാകൃഷ്ണൻ സ്കോളർഷിപ്പുകൾ നൽകി തുടങ്ങി. നമുക്ക് ഏവർക്കും അഭിമാനിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് രാധാകൃഷ്ണൻ എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായിട്ട് നമ്മുടെ ഇന്ത്യയിലകത്തുള്ള ഒരു യൂണിവേഴ്സിറ്റി അല്ല, ഇന്ത്യക്ക് പുറത്തുള്ള ഒരു യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഓക്സ്ഫോർഡ് സർവകലാശാല അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായിട്ട് രാധാകൃഷ്ണൻ സ്കോളർഷിപ്പ് കൊടുത്തു തുടങ്ങി. അത് നമുക്കേവർക്കും അഭിമാനിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഫാക്റ്റാണ്. ഇതുവരെ നമ്മൾ ഡോക്ടർ രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നോക്കിയത്. ഇനി നമുക്ക് അതെല്ലാം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, കുറച്ച് കാര്യങ്ങൾ കൂടുതലുണ്ടാകും. പക്ഷേ എക്സാമിന് നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഒരു രീതിയിലാണ് പഠിക്കേണ്ടത്. പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എക്സാമിന് പഠിക്കുക. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, പൂർണ്ണനാമം സർവേപ്പള്ളി രാധാകൃഷ്ണൻ. ഡോക്ടർ രാധാകൃഷ്ണൻ്റെ പൂർണ്ണനാമം എന്താണ്? സർവേപ്പള്ളി രാധാകൃഷ്ണൻ. 1888 സെപ്റ്റംബർ 5 മദ്രാസ് സംസ്ഥാനത്ത് ചിറ്റൂർ ജില്ലയിൽ തിരുത്താണി ഗ്രാമത്തിൽ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനനം. അത്രയും ഡീറ്റെയിൽഡായിട്ട് പഠിക്കേണ്ട. 1888 സെപ്റ്റംബർ 5 മദ്രാസിൽ അദ്ദേഹം ജനിച്ചു. വേണമെങ്കിൽ ആ ഗ്രാമത്തിൻ്റെ പേരുടെ ഓർത്തിരിക്കുക, തിരുത്താണി. 1888 സെപ്റ്റംബർ 5 മദ്രാസിലെ തിരുത്താണി ഗ്രാമത്തിൽ ജനിച്ചു. തത്വചിന്തകൻ, വിദ്യാഭ്യാസ വിദഗ്ധൻ, ഭാരതീയ സംസ്കാരത്തിൻ്റെ സന്ദേശവാഹകൻ, അനുഗ്രഹീതനായ പ്രാസംഗികൻ, ഗ്രന്ഥകാരൻ, ഭരണതന്ത്രജ്ഞൻ എന്നീ നിലകൾ പ്രശസ്തൻ. അപ്പം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആരൊക്കെ അല്ലെങ്കിൽ ഏതൊക്കെ മേഖലയിൽ പ്രഗത്ഭനായിരുന്നു? തത്വചിന്തകൻ, വിദ്യാഭ്യാസ വിദഗ്ധൻ, ഭാരതീയ സംസ്കാരത്തിൻ്റെ സന്ദേശവാഹകൻ, അനുഗ്രഹീതനായ പ്രാസംഗികൻ, ഗ്രന്ഥകാരൻ, ഭരണതന്ത്രജ്ഞൻ എന്നീ നിലയിലെല്ലാം പ്രശസ്തനായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. തത്വജ്ഞാനികളുടെ രാജാവ് എന്നറിയപ്പെടുന്നു. തത്വജ്ഞാനികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ചെന്നൈ ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് തത്വശാസ്ത്രത്തിൽ 1ാം റാങ്കോടെ MA ബിരുദം. വർഷം 1908. ഓർത്തിരിക്കുക, 1908 അദ്ദേഹത്തിന് ചെന്നൈ ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് തത്വശാസ്ത്രത്തിൽ ബിരുദം ലഭിച്ചു. ചെന്നൈ പ്രസിഡൻസി കോളേജ് അധ്യാപകൻ, ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ താരതമ്യ പഠന പ്രൊഫസർ ഒക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ചെന്നൈ പ്രസിഡൻസി കോളേജ് അധ്യാപകനായിട്ടുണ്ട്. ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ താരതമ്യ പഠന പ്രൊഫസറും ആയിട്ടുണ്ട്. ബ്രിട്ടീഷ് ചക്രവർത്തി സർ പദവി നൽകി ആദരിച്ചു. ബ്രിട്ടീഷ് ചക്രവർത്തി സർ സ്ഥാനം നൽകി ആദരിച്ചു. കൊൽക്കത്ത സർവകലാശാല ആയുഷ്കാല പ്രൊഫസറാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. കൊൽക്കത്ത സർവകലാശാല ആയുഷ്കാല പ്രൊഫസറാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ വ്യക്തി, അത് ഓർത്തിരിക്കുക. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. 1931 ആന്ധ്ര സർവകലാശാല വൈസ് ചാൻസലർ. 1931 ആന്ധ്ര സർവകലാശാല വൈസ് ചാൻസലർ. 1936 ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പൗരസ്ത്യ മതങ്ങൾക്കും ധാർമ്മിക ശാസ്ത്രങ്ങൾക്കും വേണ്ടിയുള്ള പ്രൊഫസറായി. 1936 അദ്ദേഹം ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ
പൗരസ്ത്യ മതങ്ങൾക്കും ധാർമ്മിക ശാസ്ത്രങ്ങൾക്കും വേണ്ടിയുള്ള പ്രൊഫസറായി. 1939 ബനാറസ് ഹിന്ദു സർവകലാശാല വൈസ് ചാൻസലറായി. 1939 ബനാറസ് ഹിന്ദു സർവകലാശാല വൈസ് ചാൻസലർ. കാലഘട്ടം 1939 മുതൽ 48 വരെ. സ്വതന്ത്ര ഇന്ത്യയിൽ 1948 നവംബർ 4 രൂപവൽക്കരിച്ച 10-അംഗ യൂണിവേഴ്സിറ്റി കമ്മീഷൻ്റെ ചെയർമാനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്വതന്ത്ര ഇന്ത്യയിൽ 1948 നവംബർ 4 രൂപവൽക്കരിച്ച 10-അംഗ യൂണിവേഴ്സിറ്റി കമ്മീഷൻ്റെ ചെയർമാൻ. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, യൂണിവേഴ്സിറ്റി കമ്മീഷൻ്റെ ചെയർമാനായിട്ടുള്ള വ്യക്തി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഡേറ്റ് ഓർത്തിരിക്കുക, 1948 നവംബർ 4. എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? 10 അംഗങ്ങൾ. ടെമ്പിൾട്ടൺ പുരസ്കാരം നേടിയ രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ടെമ്പിൾട്ടൺ പുരസ്കാരം നേടിയ രണ്ടാമത്തെ ഇന്ത്യക്കാരൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. എങ്കിൽ ആദ്യം ടെമ്പിൾട്ടൺ പുരസ്കാരം നേടിയത് മദർ തെരേസയാണ്. 1948 യുനെസ്കോ ചെയർമാനായി. 1948 യുനെസ്കോയുടെ ചെയർമാനായി. 1949 സോവിയറ്റ് യൂണിയനിലെ ഇന്ത്യൻ അംബാസഡറായി തീർന്നു. 1949 സോവിയറ്റ് യൂണിയനിലെ ഇന്ത്യൻ അംബാസഡർ. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് 1952 ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി. 1952 ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി. 1962 മെയ് 13 ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയായി. 1962 മെയ് 13 ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയായിട്ട് അദ്ദേഹം ചുമതലയേറ്റു. 1967 മെയ് 5 വിരമിക്കുകയും ചെയ്തു. അപ്പോൾ 1952 ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി, 1962 മെയ് 13 ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയായിട്ട് അദ്ദേഹം ചുമതലയേൽക്കുകയും 1967 മെയ് 5 ആ പദവിയിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതി. ഉപരാഷ്ട്രപതി ആയിരുന്ന ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി. എന്താണ്? ഉപരാഷ്ട്രപതിയായ ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി. തത്വചിന്തകനായ രാഷ്ട്രപതി എന്നറിയപ്പെടുന്ന വ്യക്തിയും ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. തത്വചിന്തകനായ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നതും ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. വിജ്ഞാന മേഖലയിൽ വഹിച്ച പങ്കുകൾ മുൻനിർത്തി ഡോക്ടർ രാധാകൃഷ്ണൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 ഇന്ത്യയിൽ അധ്യാപക ദിനമായി ആചരിക്കുന്നു. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനം സെപ്റ്റംബർ 5 അന്നാണ് നമ്മൾ അധ്യാപക ദിനമായി ആചരിക്കുന്നത്. ദേശീയ അധ്യാപക ദിനമാണ് സെപ്റ്റംബർ 5. ലോക അധ്യാപക ദിനം ഒക്ടോബർ 5. അത് പ്രത്യേകം നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ദേശീയ അധ്യാപക ദിനമാണ് സെപ്റ്റംബർ 5. ലോക അധ്യാപക ദിനം ഒക്ടോബർ 5. ബ്രിട്ടീഷ് അക്കാദമിയുടെ ഫെലോ സ്ഥാനം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ. ബ്രിട്ടീഷ് അക്കാദമിയുടെ ഫെലോ സ്ഥാനം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഭരണഘടനാ പദവിയിലിരിക്കെ ഭാരതരത്നം നേടിയ ആദ്യത്തെ ആൾ. ഭരണഘടനാ പദവിയിലിരിക്കെ ഭാരതരത്നം നേടിയ ആദ്യത്തെ ആൾ. 1954 അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിക്കുന്നത്. പ്രത്യേകം ഓർക്കുക, ഭരണഘടനാ പദവിയിലിരിക്കെ ഭാരതരത്നം നേടിയ ആദ്യത്തെ ആളാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. വർഷം 1954. രാജ്യസഭയുടെ ആദ്യത്തെ അധ്യക്ഷൻ. രാജ്യസഭയുടെ ആദ്യത്തെ അധ്യക്ഷൻ. രാജ്യസഭയുടെ പിതാവ് എന്ന് നെഹ്റു വിശേഷിപ്പിച്ച വ്യക്തിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. രാജ്യസഭയുടെ പിതാവ് എന്നൊരു വിശേഷണം ഡോക്ടർ എസ് രാധാകൃഷ്ണനുണ്ട്. അങ്ങനെ വിശേഷിപ്പിച്ചത് നെഹ്റു ആണ്. രാജ്യസഭയുടെ ആദ്യത്തെ അധ്യക്ഷനും അദ്ദേഹം തന്നെയായിരുന്നു. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഉപരാഷ്ട്രപതി. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഉപരാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇപ്പം രാഷ്ട്രപതിക്കും ഉപരാഷ്ട്രപതിക്കൊക്കെ തിരഞ്ഞെടുപ്പുണ്ട്. പക്ഷേ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയായ സമയത്ത് തിരഞ്ഞെടുപ്പൊന്നുമില്ല. അപ്പോൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഉപരാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യൻ പ്രസിഡൻ്റായ ആദ്യ സ്വതന്ത്ര സ്ഥാനാർത്ഥി. ഇന്ത്യൻ പ്രസിഡൻ്റായ ആദ്യ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ.
ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഡേറ്റ് ഓർക്കുക, 1962 ഒക്ടോബർ 26. 1962 ഒക്ടോബർ 26 ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ ആദ്യമായി പ്രഖ്യാപിക്കുന്നത്. ആ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഡേറ്റ് ഓർക്കുക, 1962 ഒക്ടോബർ 26. 1962 ഇന്ത്യ ചൈന യുദ്ധസമയത്തും 1965 ഇന്ത്യ പാക് യുദ്ധസമയത്തും രാഷ്ട്രപതിയായിരുന്നു. രണ്ട് യുദ്ധങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 1962 ഇന്ത്യ ചൈന യുദ്ധം, 1965 ഇന്ത്യ പാക് യുദ്ധം. ഈ രണ്ട് സമയങ്ങളിലും രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനായിരുന്നു. ഇത് പഠിക്കാൻ എളുപ്പമുണ്ട്, കാരണം നമ്മുടെ രാധാകൃഷ്ണൻ എപ്പോഴാണ് രാഷ്ട്രപതി ആയത് ആ കാലയളവ് പഠിച്ചാൽ മതി. അതിൻ്റെ ഇടയിൽ വന്ന രണ്ട് യുദ്ധങ്ങളാണ് ഇന്ത്യ ചൈന യുദ്ധവും ഇന്ത്യ പാക് യുദ്ധവും. 1962 അദ്ദേഹം സ്ഥാനമേറ്റു, രാഷ്ട്രപതിയായിട്ട് സ്ഥാനമേറ്റു. 1967 ആ സ്ഥാനത്ത് നിന്ന് വിരമിക്കുന്നത്. അപ്പം അതിനുള്ളിൽ നടന്ന രണ്ട് യുദ്ധങ്ങളാണ് 1962 ഇന്ത്യ ചൈന യുദ്ധവും 1965 ഇന്ത്യ പാക് യുദ്ധവും. ഈ രണ്ട് സമയത്തും രാഷ്ട്രപതി ആരായിരിക്കും? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. അതുപോലെ തന്നെ അടിയന്തരാവസ്ഥയുടെ ആ ഒരു കാര്യം ഓർക്കുക. 1962 ഒക്ടോബർ 26 ദേശീയ അടിയന്തരാവസ്ഥ ആദ്യമായി പ്രഖ്യാപിക്കുന്ന സമയമാണ്. പ്രഖ്യാപിച്ചതും നമ്മുടെ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. 1975 ഏപ്രിൽ 17 അദ്ദേഹം അന്തരിക്കുകയുണ്ടായി. 1975 ഏപ്രിൽ 17 ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അന്തരിച്ചു. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ പ്രധാന കൃതികളാണ്. ധാരാളം കൃതികളും ലേഖനങ്ങളും ഡോക്യുമെൻ്ററീസും ഒക്കെ പ്രബന്ധങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. എങ്കിലും വളരെ പ്രധാനപ്പെട്ടത് നമ്മുടെ പരീക്ഷകൾ ആവർത്തിച്ച് ചോദിക്കുന്ന കൃതികൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ നമുക്ക് നോക്കാം. ഇന്ത്യൻ ഫിലോസഫി, വർഷം 1923. ഇന്ത്യൻ ഫിലോസഫി 1923. ഹിന്ദു വ്യൂ ഓഫ് ലൈഫ്, വർഷം 1926. ഹിന്ദു വ്യൂ ഓഫ് ലൈഫ് 1926. ആൻ ഐഡിയലിസ്റ്റ് വ്യൂ ഓഫ് ലൈഫ് 1929. ആൻ ഐഡിയലിസ്റ്റ് വ്യൂ ഓഫ് ലൈഫ് 1929. മൈ സെർച്ച് ഫോർ ട്രൂത്ത് 1937. മൈ സെർച്ച് ഫോർ ട്രൂത്ത് 1937. ദി ഭഗവത് ഗീത 1948. ദി ഭഗവത് ഗീത 1948. ദി പ്രിൻസിപ്പൽ ഉപനിഷത്ത് 1953. ദ പ്രിൻസിപ്പൽ ഉപനിഷത്ത് 1953. ഒന്നുകൂടെ നോക്കാം. ഇന്ത്യൻ ഫിലോസഫി 1923. ഹിന്ദു വ്യൂ ഓഫ് ലൈഫ് 1926. ആൻ ഐഡിയലിസ്റ്റ് വ്യൂ ഓഫ് ലൈഫ് 1929. മൈ സെർച്ച് ഫോർ ട്രൂത്ത് 1937. ദി ഭഗവത് ഗീത 1948. ദ പ്രിൻസിപ്പൽ ഉപനിഷത്ത് 1953. റിലീജിയൻ ആൻഡ് സൊസൈറ്റി 1956. റിലീജിയൻ ആൻഡ് സൊസൈറ്റി 1956. അദ്ദേഹത്തിൻ്റെ കുറച്ച് പ്രബന്ധങ്ങൾ നോക്കാം. ദ പർസ്യൂട്ട് ഓഫ് ട്രൂത്ത്, ടുവേർഡ്സ് എ ന്യൂ വേൾഡ്, ദ ഫിലോസഫി ഓഫ് ഹിന്ദുയിസം, എസെൻഷ്യൽസ് ഓഫ് സൈക്കോളജി. ദ പർസ്യൂട്ട് ഓഫ് ട്രൂത്ത്, ടുവേർഡ്സ് എ ന്യൂ വേൾഡ്, ദ ഫിലോസഫി ഓഫ് ഹിന്ദുയിസം, എസെൻഷ്യൽസ് ഓഫ് സൈക്കോളജി. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ചില ഉദ്ധരണികളാണ്. അനന്തതയുടെ അക്ഷതയ്ക്ക് പരിമിതമായ മനസ്സ് നൽകുന്ന ആദരാഞ്ജലിയാണ് സഹിഷ്ണുത. അറിവ് നമുക്ക് ശക്തി നൽകുന്നു, സ്നേഹം നമുക്ക് പൂർണ്ണത നൽകുന്നു. നമുക്കറിയാമെന്ന് നമ്മൾ കരുതുമ്പോൾ നമ്മൾ പഠിക്കുന്നത് നിർത്തുന്നു. സംസ്കാരങ്ങൾക്കിടയിൽ പാലങ്ങൾ പണിയുന്നതിനുള്ള മാർഗങ്ങളാണ് പുസ്തകങ്ങൾ. നമ്മളെ സ്വയം ചിന്തിക്കാൻ സഹായിക്കുന്നവരാണ് യഥാർത്ഥ അധ്യാപകർ.
യഥാർത്ഥ മതം ഒരു വിപ്ലവകരമായ ശക്തിയാണ്. അത് അടിച്ചമർത്തലിൻ്റെയും പദവിയുടെയും അനീതിയുടെയും ഒരു കടുത്ത ശത്രുവാണ്. മതം വെറും വിശ്വാസമല്ല, പെരുമാറ്റമാണ്. വിദ്യാഭ്യാസത്തിൻ്റെ അന്തിമഫലം ചരിത്രപരമായ സാഹചര്യങ്ങളെയും പ്രകൃതിയുടെ പ്രതികൂല സാഹചര്യങ്ങളെയും ചെറുക്കാൻ കഴിയുന്ന ഒരു സ്വതന്ത്ര സൃഷ്ടിപരമായ മനുഷ്യനായിരിക്കണം. പുസ്തകം വായിക്കുന്നത് നമുക്ക് ഏകാന്തമായ ധ്യാനത്തിൻ്റെയും ആസ്വാദനത്തിൻ്റെയും ശീലം നൽകുന്നു. ഓക്കെ ഡിയേഴ്സ്, ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.